ഹലോ പി എസ് സി ആസ്പിരൻസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ SCRT ചാപ്റ്റേഴ്സ്, അതായത് ഏതൊക്കെ ഗൈഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നമുക്കൊരു കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാതെ ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനക്കേടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഞാനിങ്ങനെ ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. എല്ലാം ഒന്നും പ്രിൻ്റ് ചെയ്തിട്ടില്ല, വളരെ കുറച്ചായിട്ടാണ് ഞാൻ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫിസിക്സ് മാത്രമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ടെലഗ്രാം ചാനലിൽ ഇവർ ഫിസിക്സ് മാത്രമുള്ള 5th to 10th വരെയുള്ള എല്ലാ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒറ്റ PDF ആയിട്ടാണ് ഇവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ അല്ലേ? കാരണം ഇങ്ങനെ ഒരു PDF ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് സോർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ ഫിസിക്സും ഒറ്റ PDF തന്നെ നമുക്ക് കിട്ടും. പ്രിൻ്റ് എടുത്ത് പഠിക്കാനും എളുപ്പമാണ്. അപ്പം ഞാനിത് ഇങ്ങനെ പ്രതീക്ഷിച്ചു. അപ്പം ഇത് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ക്ലാസ് വൈസ് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് പ്രിൻ്റ് എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഫിസിക്സിൻ്റെയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കണേ. കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം എല്ലാം ഒറ്റയടിക്ക് എടുക്കുവാണെങ്കിൽ അത് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഫിസിക്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതാണ് ഇവിടെ. അപ്പം ഓരോ ലെസൺസും ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5th സ്റ്റാൻഡേർഡിൻ്റെ ലെസൺസ് വരുമ്പോൾ 5th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 5th സ്റ്റാൻഡേർഡ് ഇതിലിപ്പോൾ എല്ലാം മിക്സായിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പം അടുത്തത് 7th ലെസൺ തുടങ്ങുമ്പോൾ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് 7th ലെസൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഫിസിക്സ് മാത്രമേ ഉള്ളൂ. ഇനി കെമിസ്ട്രി ബയോളജിയൊക്കെ എടുക്കണം. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉള്ളതുപോലെ ആയി പഠിക്കുമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് ബുക്ക്ലെറ്റ് പോലെ ആക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. ഇപ്പോൾ ഇത് ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. ഇനി ഈ ചാപ്റ്റേഴ്സിനെ ടോപ്പിക് വൈസ് ആയിട്ട് ഒരു ബുക്ക് പോലെ പിൻ ചെയ്ത് വെക്കണം. അതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ താപം വരുന്ന ചാപ്റ്റേഴ്സൊക്കെ ഒരു സെക്ഷൻ, പിന്നെ ചലനം വരുന്ന ചാപ്റ്റേഴ്സൊക്കെ ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ ബുക്ക്ലെറ്റായിട്ട് വെക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു അടുത്തൊരു പ്ലാന്. അപ്പം അതിൻ്റേത് ഞാൻ ഇടാം. ഇനി കെമിസ്ട്രിയും ബയോളജിയും കൂടി പ്രിൻ്റൊക്കെ എടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് സോർട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.